ഹലോ നമസ്തേ, കഫ്ലൂസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. അപ്പോൾ സിനിമയാണോ നിങ്ങളുടെ വിശേഷങ്ങൾ? ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ, പുതിയ കണ്ടന്റ് വരുന്നു. അപ്പോൾ എന്താണ് നമ്മുടെ വിഷയം? അതൊക്കെ മനസ്സിലേക്ക് കാണും. ദിലീപിന്റെ കേസിന്റെ വിധി ഇപ്പം വരും. 11 മണിക്ക് വരുമെന്നാണ് പറഞ്ഞത്. ഇപ്പം 11:05 ഞങ്ങളും കുറച്ച് താമസിച്ച്. ഇപ്പോഴത്തെ നിലവിലത്തെ അവസ്ഥ എന്ന് വെച്ചാൽ ആദ്യത്തെ 6 പേരെ കുറ്റക്കാരായിട്ട് വിധിച്ചു. ബാക്കി നമുക്ക് നോക്കാം. അപ്പൊ 6 പ്രതികൾ നേരത്തെ നമ്മൾ പറഞ്ഞ 7, 8, 9, 10 ഇത്രയാണ് വരാനുള്ളത്. 7ാം പ്രതി ചാർലി തോമസ്, ദിലീപ്, സനിൽകുമാർ, ശരത്, ഇവരെ കാര്യമാണ് നമുക്ക് പറയുന്നത്. പിന്നിട്ട് 7നെ വെറുതെ ചാർലി തോമസ് ദിലീപ്, സനിൽകുമാർ, ശരത് എന്നിവർ രണ്ടുപേരാണ്. സ്വാഭാവികമായിട്ട് ഇവർ രണ്ടുപേരെ വെറുതെ വിട്ടുകൊണ്ട് മിക്കവാറും വിടും. ഒരാളെ മാത്രമായിട്ട് വെറുതെ വിടാൻ ശരിയാണ്. നിരാശാജനകമായ വിധി എന്നാണ് റിപ്പോർട്ടിൽ സുജയ പറഞ്ഞത്. ഓരോരുത്തർക്ക് ഓരോ അഭിപ്രായങ്ങൾ. അതന്നെ, എല്ലാവർക്കും പേഴ്സണൽ ഒപ്പീനിയൻ കാണും. കാരണം ഇതിനെ സംബന്ധിച്ച് പല നമ്മളെ ഇപ്പോഴത്തെ സെലിബ്രിറ്റികളെല്ലാം പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് അവരുടെ പേഴ്സണൽ ഒപ്പീനിയൻ പറയുന്നുണ്ട്. പിന്നെ ഇപ്പൊ ഒരു കോടതിയിൽ തെളിവുകൾ മാത്രമേ സംസാരിക്കത്തുള്ളൂ. നമ്മളിപ്പോ സത്യം ഏതാണ് തെറ്റ് ഏതാണ്, ചിലപ്പോ ഇതായിരിക്കും ശരി, ചിലപ്പോ ഇതായി തെറ്റായിരിക്കാം. എന്തായാലും തെളിവുകള് ദിലീപിന് പറയും ആരാണ് പ്രതി. ദിലീപിനെ കൊടുക്കാനുള്ള ഒരു തെളിവുകളും ഇപ്പൊ കോടതി കൈവശമില്ല. അതുകൊണ്ട് കുറ്റവിമുക്തനാണ്. അതുപോലെ തന്നെ രാമലീല സിനിമ മഴ വലിയ 1 മണിക്ക് ഉച്ചക്ക് 1 മണിക്ക്. അപ്പൊ ഇപ്പൊ സീസൺ അനുസരിച്ചാണ് സിനിമ ഇടുന്നത്. നീ പറയും. ഞാൻ എന്താ പറയാ, ഇപ്പം അപ്പൊ നമ്മൾ ഈ കേസിനെ പറ്റി പല ചാനലുകളിലും ഇന്നലെ മെനിങ്ങാന്നൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പം എന്താണ്, ഈ മാർട്ടിൻ എന്ന് പറയുന്ന ആളാണ് വാഹനം ഓട്ടിച്ചോണ്ടിരുന്നത്. ഈ ആക്രമിക്കപ്പെട്ട നടി വാഹനത്തിന്റെ കാറിന്റെ ബാക്കിലായി പോവുകയും ഈ പൾസർ സുനി ബാക്കിൽ കയറി ഉപദ്രവിക്കുകയൊക്കെ ചെയ്തു. പിന്നെ ഈ കേസ് കഴിഞ്ഞിട്ട് നേരെ ലാലിന്റെ വീട്ടിലേക്കാണ് അവർ പോയത്, ഡയറക്ടർ ലാലിന്റെ വീട്ടിലേക്ക്. പിന്നെ അവിടെ വെച്ചിട്ടാണ് ഇങ്ങനത്തെ ഒരു ഇഷ്യൂ നടന്നു വന്നും ബാക്കി കാര്യങ്ങൾ മീഡിയയും പോലീസും എല്ലാവരും അറിയുകയും DGP വിളിക്കുകയും അങ്ങനെയൊക്കെ ചെയ്തത്. അപ്പോൾ 2017 ഫെബ്രുവരിയിൽ തുടങ്ങിയ ഒരു കേസാണ്. 2025 ഡിസംബറിലാണ് അതിന്റെ വിധി വന്നത്. 118/2018 കേസ് ഫയൽ. ഏതാണ്ട് 9 വർഷം എടുത്ത് അതിന്റെ ഒരു കണക്ക്. അപ്പോൾ എന്താണ്, WCC ഒക്കെ ഇന്നലെയൊക്കെ ഇത് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, അവൾക്കൊപ്പം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആയിരിക്കുമല്ലോ, ഓരോ സംഘടനകളും അവരെ ഒരു ഒപ്പമായിരിക്കാം. ഇപ്പം ദിലീപിന്റെ ഫാൻസുകാർക്കൊക്കെ എല്ലാവർക്കും ഭയങ്കര തുടങ്ങിക്കാണും തീർച്ചയായിട്ടും. അതങ്ങനെ ഉണ്ടാവുമല്ലോ. പിന്നെ അതുപോലെ ഇപ്പൊ നമുക്ക് പറയാനുള്ള വിഷയം എന്ന് പറഞ്ഞാൽ നാളെ അല്ലെങ്കിൽ ഇന്നല്ലേ പറഞ്ഞ 8ാം തീയതി ഇന്നോ നാളെയോ അത് നമ്മുടെ ബബ്ബബേരെ ട്രെയിലർ വരുന്നുണ്ട്. അതുപോലെ ദിലീപിനെ സംബന്ധിച്ച് ബബ്ബബ എന്ന് പറഞ്ഞ സിനിമ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സിനിമയാണ് ഈ ഒരു സമയത്ത്. അതുപോലെ ദിലീപിന്റെ ഈ വിധിയെ നിർണയിച്ചിരിക്കും ബബ്ബബേര വിജയവും പരാജയവും. അപ്പൊ നമുക്കത് പറയാൻ വേണ്ടി അല്ലേ, ഇപ്പൊ ബബ്ബബേര വിശേഷങ്ങളിലോട്ടാണ് നമുക്ക് വരാനുള്ളത്. അപ്പം ഇപ്പൊ ഈ വിധി ഒരു പക്ഷേ പ്രതികൂലമായിരുന്നെങ്കിൽ ബബ്ബബേനെ ഇത് എങ്ങനെ ബാധിച്ചത്, അത് നിനക്ക് പറയാം? നല്ലപോലെ ബാധിച്ചേനാടാ. കാരണം ഇതിപ്പം കുറ്റക്കാരനാണ് എന്ന് കോടതി ഇപ്പൊ വിധിച്ചു എന്നിരിക്കട്ടെ, എങ്കില് ഇപ്പൊ ഈ സിനിമ ഇറങ്ങുമ്പം ഒരു ക്യാമ്പയിൻ തന്നെ നടക്കും. ഇങ്ങനത്തെ ഒരു പ്രതിയുടെ സിനിമ ഞങ്ങൾ കാണുന്നില്ല. മാത്രമല്ല ലാലേട്ടൻ ഇതിനകത്ത് ഗസ്റ്റ് റോളി വരുന്നുണ്ട്. അപ്പൊ ലാലേട്ടനെതിരെയും അതിപ്പോ എന്ത് കേസ് എതിൽ കൂടെ പോയാലും ലാലേട്ടന്റെ തലയിൽ വരാറുണ്ട്. അതുപോലെ ഇപ്പം എന്താണ്, ഇങ്ങനത്തെ ഒരു പ്രതിയെ സപ്പോർട്ട് ചെയ്ത് മോഹൻലാൽ ഇങ്ങനെ സിനിമയിൽ വരാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞ് കുറ്റങ്ങൾ അടുത്ത വരും. അങ്ങനെ ഈ ഒരു ഫഹ്മ സിനിമയ്ക്ക് അങ്ങനത്തെ ഒരു ക്യാമ്പയിനിങ് ഉണ്ടാവുമായിരുന്നു. ഓക്കെ, അപ്പം ഇപ്പൊ അനുകൂലമായി ദിലീപിനും വിധി വന്നു. അപ്പൊ ബബ്ബബേനെ സിനിമേനെ മാർക്കറ്റ് വാല്യൂ എത്രത്തോളം കൂടും? ഒരുപാട് കൂടും. കാരണം ഇപ്പം പലർക്കും ദിലീപ് കുറ്റവിമുക്തനാവണം എന്നൊരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു. പണ്ടത്തെ ആ ഒരു ഇതിലേക്ക് രാമലീല സിനിമ അതുപോലെ തന്നെയാണ്. രാമലീല സിനിമയിലെ ആ ഡയലോഗ് പോലും ഇപ്പം തെളിവുകൾ തീരുമാനിക്കും പ്രതി ആരാവണമെന്ന്. തീർച്ചയായിട്ടും പ്രതി ഞാനാകണം തീരുമാനമല്ലേ. അപ്പം ഇപ്പൊ ഈ കേസിലായ സമയത്താണ് രാമലീല സിനിമ ഇറങ്ങിയത്. അന്ന് ആ സിനിമ നല്ല ഹൈപ്പിൽ കയറി നല്ല ചെയ്തു. ദിലീപ് പറയാൻ ചെയ്യുന്നു, ഒരു പക്ഷെ രാമലീല ഹിറ്റ് ആയിരുന്നില്ലായിരുന്നെങ്കിൽ തന്റെ സിനിമ ജീവിതം ഉണ്ടല്ലോ അത് മൊത്തത്തിൽ ഇപ്പൊ ഒരു ബാധിക്കേണ്ട സമയമായിരുന്നു. ആ സമയത്ത് കറക്റ്റായിട്ട് രാമലീല ഹിറ്റ് ആവുകയും ചെയ്ത്. ഇപ്പോ 2025 ഡിസംബറിൽ വിധി വന്നപ്പോൾ
ബബ്ബ ഹിറ്റ് ആയെങ്കിൽ ദിലീപിന്റെ ഒരു തിരിച്ചുവരവായിരിക്കോ മലയാള സിനിമയിലേക്ക്? അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. തിരിച്ചുവരവ് തന്നെ ഇപ്പൊ നമ്മൾ കാണാൻ പോകുന്നത്. ഇപ്പം ലാലേട്ടനും കൂടെ ഒരു ഗസ്റ്റ് റോളിൽ വരുന്ന ഒരു സ്ഥിതിക്ക് മാത്രമല്ല ആ സിനിമയുടെ ടെംപ്ലേറ്റ് നമുക്ക് അറിയാം, ഒരു മാഡ്നസ് ആണ്. എവിടെ തിരിഞ്ഞാലും മാഡ്നസ് ആണ്, എല്ലാവർക്കും സിനിമയിലെ അതന്നെ സിനിമയിലെ സ്റ്റോറിയിൽ ഇതുപോലത്തെ എന്തെങ്കിലും എസൻസ് അതിന് സാധ്യത കുറവാണ്. കാരണം അതിന്റെ ടെംപ്ലേറ്റ് വേറെയല്ലേ, ഒരു കോമഡി രീതിക്കും പിന്നെ ഏതെങ്കിലും രീതിക്ക് ഡയലോഗുകൾ കുത്തി പറയാനൊക്കെ സാധ്യതയുണ്ട്. ഇനിയാണ് എന്റെ ഷോ അതൊക്കെ ഉണ്ട് അതുപോലെയൊക്കെ എടുത്ത് പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ ഫാൻസ് സ്റ്റാറ്റസ് ഒക്കെ ഇട്ട് റീലൊക്കെ ഇറക്കി ആ രീതിക്ക് സിനിമയുടെ പ്രൊമോഷൻ കയറും തീർച്ചയായിട്ടും. അപ്പൊ അത് കയറും. അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ സിനിമ ഹിറ്റ് ആവുമെന്നാണ് നമ്മളെ പ്രതീക്ഷ അല്ലേ? അപ്പൊ അത്രയൊക്കെ ഉള്ളു. ഇപ്പം ഞാൻ പറയുകയാണ്, ഇപ്പം പേഴ്സണലി അല്ലെങ്കിൽ ഒരു പേഴ്സണൽ ജീവിതത്തിൽ ഈ ദിലീപിനെ പറ്റി രണ്ടഭിപ്രായം എല്ലാവർക്കും ഉണ്ട്. പക്ഷെ സിനിമയിൽ വരുമ്പോഴത്തേക്കും ദിലീപിന് എല്ലാവർക്കും ഒറ്റ അഭിപ്രായം. ഒരു ജനപ്രിയ നായകൻ തന്നെ ആയിരുന്നു, ഏറ്റവും റിപ്പീറ്റ് വാല്യൂ ഉള്ള സിനിമകൾ ചെയ്ത. തീർച്ചയായിട്ടും അത് നമ്മൾ പറയണമല്ലോ. കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം ലാലേട്ടനായാലും മമ്മൂക്കയായാലും നമ്മളെ പഴയ സിനിമകൾ റിലീസ് ചെയ്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അല്ല കാലഘട്ടമല്ല, ഇപ്പൊ റിലീസ് ചെയ്തത്. അതുപോലെ ഇപ്പൊ ദിലീപിന്റെ സിനിമകൾ റിലീസ് ചെയ്ത ഭയങ്കര റിപ്പീറ്റ് വാല്യൂ ഉള്ള ചിത്രമാണ്. ദിലീപിന് കംബാക്ക് അടിക്കാനുള്ള എല്ലാ ഓപ്ഷനും അതിനകത്തുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും ദിലീപിന് അത് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടാകാം. ചിലപ്പോൾ അങ്ങനെയൊക്കെ പ്ലാനിങ്ങിൽ ഉണ്ടാവാം തിരിച്ച് കംബാക്ക് അടിക്കണം. പക്ഷേ ഈ കേസ് കാരണം ദിലീപിന്റെ കരിയർ തന്നെ ഭയങ്കര ജനപ്രിയ ഒരു സമയത്ത് മമ്മൂട്ടി മോഹൻലാലിന് മേളിലായിരുന്നു ദിലീപ്. അങ്ങനത്തെ ഒരു ചാൻസ് നിൽക്കുകയായിരുന്നു. ബേസിൽ ജോസഫിനെ ജനപ്രിയ നായകൻ എന്നുള്ള ടാഗിലോട്ട് വന്നിരുന്നു. പക്ഷേ അതൊരിക്കലും ദിലീപിന്റെ ഒരു പകുതിക്ക് പകുതി പോലും എത്തത്തില്ല. അതാണ് ദിലീപിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ മലയാള ഇൻഡസ്ട്രിയിലെ വളരെ വലുതായിരുന്നു. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ തലപ്പത്ത് വരെ ദിലീപിന്റെ എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കേസ് 118/2018 കേസ് ദിലീപിന് അനുകൂലമായിട്ട് വന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ദിലീപിന്റെ സിനിമകൾക്കും ഇത് അനുകൂലമായിട്ട് തന്നെ മാറും എന്നാണ് നമ്മളെ പ്രതീക്ഷ. മാർക്കറ്റ് വീണ്ടും ഓപ്പൺ ആവുകയാണ്. നമ്മളിപ്പോ ഒരു സിനിമ ഇഷ്ടപ്പെടുന്നവർക്ക് ആ ഒരു രീതിക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഇപ്പൊ പേഴ്സണൽ ജീവിതം എന്തോ ആയിക്കോട്ടെ എന്ന് പറയാൻ പറ്റില്ല. തെറ്റ് ചെയ്താൽ കുറ്റക്കാരനാണെങ്കിൽ നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യില്ല. പക്ഷെ ഇപ്പൊ തെളിവുകൾ ദിലീപിന് എതിരാണ്. അപ്പോഴത്തേക്കും എന്താണ് അപ്പോഴത്തേക്ക് നമുക്ക് പറയാനേ പറ്റുള്ളൂ. കാര്യം നമ്മളിപ്പം എല്ലാവർക്കും അവരുടേതായ പേഴ്സണൽ ഒപ്പീനിയൻ കാണും. നമുക്കും പേഴ്സണൽ ഒപ്പീനിയൻ ഉണ്ട്. അത് നമ്മളിവിടെ പറയേണ്ട കാര്യമില്ല. നമ്മളിപ്പോൾ സിനിമയെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത്. ഇതിപ്പോ ദിലീപിന്റെ ഈ വിധി എന്തായാലും ബബ്ബ എന്ന സിനിമയ്ക്ക് ഒരു മാർക്കറ്റ് വാല്യൂ ഉണ്ടാക്കും എന്നാണ് നമ്മുടെ പ്രതീക്ഷ. അതാണ് നമ്മൾ പറയാൻ ശ്രമിച്ചത്. അത് തന്നെയാണ് പറയുന്നത്. അപ്പൊ അതൊക്കെയാണ് വിശേഷം. ഓക്കെ, അപ്പൊ അത്രയല്ലേ ഉള്ളൂ. ഇപ്പൊ പുതിയ സിനിമാറ്റിക് വിശേഷങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. പുതിയ സിനിമാറ്റിക് വിശേഷങ്ങൾ കപ്ലിക്സ് ലൈക്ക് ദാറ്റ്.